ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ മപ്പാസാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതിലേക്ക് ഞാനിവിടെ ഒരു 500 രൂപ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിവത്തേക്ക് മാറ്റി വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണോളം ഉപ്പും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഞാൻ അതിലേക്ക് 2 ഏലക്ക, 1 സ്പൂണോളം പെരിഞ്ജീരകം, 2 ഗ്രാമ്പു, ഒരു പട്ട എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1-2 കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ചെറുതായിട്ടൊന്നൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക്. ഇനി നമുക്കതിലേക്ക് 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റണം. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല. നമുക്കെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം എല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ മസാലയിൽ ചിക്കൻ നന്നായിട്ടൊന്ന്